പാതിരാത്രി ക്യാമറയിൽ നോക്കി അൻസിബയെ കുറിച്ച് കുറ്റവും ഭരദൂഷണവും പറയുന്ന ഒരു ശ്രീരേഖയാണ് ലൈവിൽ കാണാൻ സാധിച്ചത് കുറച്ചു നേരം മുമ്പ്. വന്ന് പുള്ളിക്കാരി പറയുന്നത് കേൾക്കാൻ ആരും ഇല്ല എന്ന് തോന്നുന്നു ആ വീട്ടില്. കാരണം ആ ലെവലില് അഭിനയിച്ച് വേറുള്ളവരെ വെറുപ്പിക്കുന്ന മടിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ ആണെന്നാണ് ഇത്രയും ദിവസം ലൈവ് കണ്ടതിൽ നിന്ന് എനിക്ക് ശ്രീരേഖയെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചത്. അവിടെ ഉള്ളവർക്കും അത് തന്നെ ആയിരിക്കും അഭിപ്രായം. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ശ്രീരേഖ ക്യാമറയിൽ നോക്കി പറയുന്നു, ഞാൻ അൻസിബയെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് ചിലപ്പോൾ നെഗറ്റീവ് ആയേക്കാം പുറത്ത്, പക്ഷെ ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞ ഒരാളാണ് അൻസിബ. അങ്ങനെ ഒരാള് പുറത്താവണം. പ്രേക്ഷകർ ഇപ്പോഴും അൻസിബനെ പുറത്താക്കിയിട്ടില്ല. ഗബ്രിക്ക് പകരം അൻസിബ ആയിരുന്നു പുറത്ത് പോവേണ്ടിയിരുന്നത്. അൻസിബ അത്രയും ഫേക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. ഗബ്രിയോട് ക്ഷമിച്ചത് വരെ അൻസിബയുടെ ഔദാര്യമാണെന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് അൻസിബ. ഇത്രയും കാര്യങ്ങളാണ് ക്യാമറയിൽ നോക്കി ശ്രീരേഖ പറഞ്ഞത് ഈ ഒരു പാതിരാത്രി സമയത്ത്. ശ്രീരേഖ വളരെ ക്യാമറ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇമേജ് കോൺഷ്യസ് അല്ല, ക്യാമറ കോൺഷ്യസ്. ക്യാമറ എന്നെ കാണുന്നുണ്ട്, ക്യാമറ എന്നെ ഒപ്പിയെടുക്കുന്നുണ്ട്, ക്യാമറയ്ക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണം, ആ ലെവലിലേക്ക് ക്യാമറ ബോധം ശ്രീരേഖയുടെ ഉള്ളിൽ വളർന്നിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അൻസിബയെ കുറിച്ച് 2 കുറ്റം ക്യാമറയിൽ നോക്കി പറഞ്ഞത്. പറഞ്ഞ കാര്യങ്ങൾ ശരിയോ തെറ്റോ അതവിടെ നിൽക്കട്ടെ. പിന്നെ പുള്ളിക്കാരിക്കും അറിയാം ഇത് ലൈവിൽ ഔട്ട് പോകും എന്നൊരു കാര്യം. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഒരു ഡ്രാമ ഇറക്കിയത്. പിന്നെ അൻസിബയെ കുറിച്ച് പറഞ്ഞ ആ ഒരു 2-3 കാര്യങ്ങൾ കറക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.